ഇന്ന് നമുക്ക് ഒരു സെമി സിൽക്കിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2480 ആണ് ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇതിനകത്ത് ഒരു 6 കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിനകത്ത് 3 കളറേ പിടിച്ചിട്ടുള്ളൂ, 3 കളറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതും കൂടെ കാണാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മാമ്പഴ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. മാമ്പഴ യെല്ലോ ഷെയ്ഡിൽ ഇതേപോലെയാണ് അതിൻ്റെ കട്ട് വർക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ബോഡിയിലും ആ കട്ട് വർക്കിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. ഒരു ഓണിയൻ പിങ്ക് ആൻഡ് ബേബി പിങ്ക് കോമ്പിനേഷനിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പം നമ്മൾ ഈ ബോഡിയോട് ഭയങ്കര ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന മെറ്റീരിയലല്ല, നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലുമാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയാണ് അതിൻ്റെ സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ഈ ഒരു ബോഡിയിലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണിത്. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ആ താഴെ പോർഷനിലാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. പക്ഷേ കട്ട് വർക്ക് നമുക്ക് ഇങ്ങനെ ഫുൾ ബോഡിയിൽ കട്ട് വർക്ക് വരും താഴേക്ക്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ആ സെയിം കട്ട് വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച പോലെ തന്നെ 2480 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു മാമ്പഴ യെല്ലോ ഷെയ്ഡ്. ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത്. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതാട്ടോ, ഇങ്ങനെ വരും. രണ്ട് സൈഡിലും ബോർഡറും കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കിൻ്റെ ബോർഡറും മുന്താണിയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അടുത്തത് വരുന്നത് നല്ലൊരു പിങ്കിൻ്റെ എന്ന് പറഞ്ഞ ഒരു ഫ്ലഷ് ടോൺ പിങ്കിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാട്ടോ. നല്ല ഷെയ്ഡ്സാണ്. നമ്മൾ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തത് ചെയ്യിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ കണ്ടോ, ഒരു നേവി ബ്ലൂ, ഒരു ചെറുപയർ പച്ച, ഗ്രേ, ആ ഒരു കോമ്പിനേഷനിലാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. ഇത് കണ്ടോ, ഒരു നേവി ബ്ലൂ, ചെറുപയർ പച്ച, ഗ്രേ, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത്. സാരിയുടെ കളറാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അടുത്തത് വരുന്ന അതിൻ്റെ വൈറ്റിൽ പിങ്ക് ആൻഡ് ചെറുപയർ പച്ച ഒക്കെ ചേർന്ന ഒരു മോഫ് ടോണൊക്കെ ചേർന്നിട്ടുള്ള വർക്കാണ് വൈറ്റിൽ വരുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. ഇത് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരും. പേസ്റ്റൽ ഗ്രീനിൽ ഉണ്ട്, ഇതേപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ബാക്കി പാറ്റേണൊക്കെ നമ്മൾ ആദ്യം കാണിച്ച അതേ പാറ്റേൺ തന്നെ. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് വരും. അടുത്തത് നോക്കി ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഭയങ്കര ഡാർക്ക് ഓറഞ്ച് അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫേസിനൊക്കെ നല്ല പ്ലസൻ്റായിട്ട് തോന്നുന്ന ഷെയ്ഡാണത്. ഇതൊക്കെ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ക്രീം ഷെയ്ഡ്. ക്രീം ഷെയ്ഡിലും ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ക്രീം. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കട്ട് വർക്ക് സാരീസിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക് യു.